ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഗിന്നു മാത്രമല്ല, ഗിന്നുവിൻ്റെ കെട്ടിയോനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഒരു ഓണക്കോടി സെറ്റ് ചെയ്തപ്പോൾ പുള്ളിക്ക് കൂടി ഒരു സംഭവം ചെയ്തു കൊടുത്തു. അതായത് കറക്റ്റ് എൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിക്ക്. അതായത് ഞാൻ എൻ്റെ ബ്ലൗസിൽ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. കാന്ത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ട്രഡീഷണൽ എംബ്രോയ്ഡറി ആണത്. അപ്പോൾ സെയിം തന്നെ ഹബ്ബിയുടെ ഷർട്ടിൽ ഞാൻ ചെയ്തായിരുന്നു, സെയിം എംബ്രോയ്ഡറി. പിന്നെ അതല്ലാതെ തന്നെ ഈ കാണുന്ന മഞ്ചാടിയുടെ ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഒരു മാലയും പുള്ളിക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. മാല മാത്രമല്ല, കടുക്കനും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് പുള്ളിയുടെ ഒരു ആറാം തമ്പുരാൻ കളിയാണ് ഇന്നത്തെ വീഡിയോയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ കൈയും കാലും പിടിച്ചിട്ടാണ് കേട്ടോ ആളെ ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവന്നതും ഇതിനു വേണ്ടി കൺവിൻസ് ചെയ്തെടുത്തതൊക്കെ. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെ ഒരു പുളിയിലക്കര സെറ്റുമുണ്ടും, അത് ബാലരാമപുരത്തു നിന്നാണ് കേട്ടോ നമ്മൾ ഈ സെറ്റുമുണ്ട് മേടിച്ചത്. ഞാൻ ബാലരാമപുരം സെറ്റുമുണ്ടിൻ്റെ ഒരു വലിയ ആരാധികയാണ്. കാരണം ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലോത്താണ് ബാലരാമപുരം സെറ്റുമുണ്ടാണെങ്കിലും സെറ്റ് സാരി ആണെങ്കിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാണ് ഞാൻ ഈ സെറ്റുമുണ്ട് എടുത്തത്. വേറൊരു കറുത്തതും കൂടെ ഒരു കറുപ്പ് കരയുടെയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മാച്ച് ചെയ്തിട്ട്, അതായത് ആ കറുപ്പ് കരയ്ക്കും ഈ ഒരു മെറൂൺ കരയ്ക്കും കൂടെ ഒരുപോലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാന്ത വർക്ക്, അതായത് ബ്ലാക്കിൽ ഈ ഒരു മെറൂൺ വർക്ക് രീതിയിൽ ചെയ്തത്. അത് തന്നെ ഹസ്ബൻഡിൻ്റെ ഷർട്ടിലും ആ ഒരു എംബ്രോയ്ഡറി തന്നെയാണ് നമ്മൾ ഫുള്ള് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മഞ്ചാടി കൊണ്ടിട്ട് അവന് മാച്ചായത്, കാരണം ഈ ഒരു മെറൂണിന് മാച്ചായിട്ട് നമ്മുടെ മഞ്ചാടി ഭയങ്കരമായിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മഞ്ചാടി വെച്ചിട്ട് സംഭവം ചെയ്തെടുത്തു. പിന്നെ ആയിരിക്കുന്ന ഉരുളി ഉണ്ടല്ലോ, അത് ഇൻഡാലിയം ഉരുളിയാണ്. അപ്പോൾ ഞാനതൊരു ഗോൾഡൻ പെയിൻ്റ് അടിച്ചിട്ട് നമ്മുടെ ഓട്ടുരുളിയുടെ എഫക്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് തന്നെയാണ് ചുറ്റും ഇരിക്കുന്ന അറേഞ്ച്മെൻറ്റ്സ്. നിങ്ങൾക്കറിയാം, തുടക്കത്തിലെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പിന്നെ ഞാനിട്ടിരിക്കുന്ന വള, അതായത് നമ്മുടെ കുപ്പിവളയുടെ ഒപ്പം ഇട്ടിരിക്കുന്ന മഞ്ചാടി വളയും അതുപോലെ മഞ്ചാടിയും വേറൊരു ചെടിയുടെ ഒരു കായം വെച്ചുണ്ടാക്കിയ ഒരു മാലയുമാണ് വെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഹിപ്പ് ചെയിൻ ഉണ്ട്, അത് നമ്മുടെ പൂച്ചക്കായ എന്ന് പറയുന്ന ആ സംഭവം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു പുളിയിലക്കര സെറ്റ് പുണ്ണിനൊപ്പം ഭയങ്കരമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് എടുത്തത്. ഈ ബ്ലൗസിൽ കണ്ടോ, ഈ ബ്ലൗസിൽ ഞാൻ ചെയ്തിരിക്കുന്ന കാന്താവർക്കിൻ്റെ സ്റ്റിച്ചാണ് ഫുള്ള് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു കമ്മൽ നമ്മുടെ ജിംക മോൾഡിൽ മഞ്ചാടിക്കുരു സെറ്റ് ചെയ്തിട്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ മൂക്കുത്തിയും ഒരു മഞ്ചാടിക്കുരു വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസും നമ്മുടെ വർക്കുകളും അറിയാമല്ലോ, നമ്മുടെ എപ്പോഴും ഉള്ള വർക്കുകളൊക്കെ എപ്പോഴും ഒരു ഹാൻഡ് മെയ്ഡ് ടച്ചിലാണ് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. മുഴുനീളമായിട്ട് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസും ജ്വല്ലറീസ് ആണെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് വെച്ചിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഈ ഉരുളിയിൽ കിടക്കുന്ന പൂക്കൾ ഒറിജിനൽ പൂക്കളാണ്. പക്ഷേ അപ്പുറത്തിരിക്കുന്ന നമ്മുടെ പേപ്പർ പൂക്കൂടയിലിരിക്കുന്ന പൂക്കൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഫ്ലവർ ബക്കറ്റ് ബാഗിൻ്റെ ആ ബാഗാണ് ഞാൻ അതിനകത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഓണത്തിന് വേണ്ടി ചെയ്തെടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓണം സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഓണം സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ തീർച്ചയായും ഇനി സമയം കിട്ടുന്ന സമയങ്ങളിൽ ഇതിലെ ട്യൂട്ടോറിയൽസ്, അതായത് ഈ ബാഗിൻ്റെ ട്യൂട്ടോറിയൽ ആണെങ്കിലും എല്ലാം തന്നെ, ഇപ്പോൾ ഇട്ടിരിക്കുന്ന കമ്മലാണെങ്കിലും ഒക്കെ ആ ട്യൂട്ടോറിയൽസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ പാദസരത്തിൻ്റെ ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിലുണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ഹൈലൈറ്റ് ലുക്ക് ഞാൻ ചെയ്തിരിക്കുന്നത്, എൻ്റെ മുടി ഞാൻ ഹീറ്റ്ലെസ് ആയിട്ട് കേള് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതും നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെയാണ് അത് ചെയ്യണേന്ന്. അങ്ങനെയാണ് ഈ ഒരു ലുക്ക്, ഡിഫറെൻ്റ് ആയിട്ടൊരു ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനലിലൊപ്പം നിൽക്കുക. അപ്പോൾ കൂടുതൽ ക്രിയേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാവുന്നതാണ്. ഓക്കെ.